ഹൈ ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളുണ്ട്, പറമ്പിലെ വിശേഷങ്ങളുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. ചേന, കപ്പ, താള് എല്ലാം കൂട്ടിച്ചേർത്തിട്ട് ഒരു എരിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോണത്. രാവിലെ തുടങ്ങി വെച്ച വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ. ചായ റെഡിയായി. അങ്കിള് വന്നു, മീനും കൊണ്ടുവന്നു. അപ്പം അങ്കിള് വന്നു കഴിഞ്ഞപ്പോൾ അങ്കിളാണ് ചായ ഇരിക്കുന്നത്. ഇടിയപ്പം എന്താ ഇങ്ങനെ ഇരിക്കണ ഇടിയപ്പം എന്ന് നിങ്ങളൊക്കെ ചിന്തിക്കും. ഈ തരിയും കൊണ്ട് ഉണ്ടാക്കിയതാ. വിട്ടുപോരാ ഇച്ചിരി പാടുണ്ടായിരുന്നു കേട്ടോ. പൊടി തരി ഇച്ചിരി ഉണ്ടായിരുന്നു, പുട്ടിൻ്റെ പൊടി ഇരുന്ന്. അപ്പേണ്ട് ഞാനിത് കുഴിയൊന്നും നോക്കിയില്ല, അങ്ങോട്ട് ചുറ്റിച്ചു കൊടുത്തു. അങ്ങനെ ഉണ്ടാക്കിയത് ഒറ്റ ഇടിയപ്പം. തേങ്ങ വേല ഇട്ടിട്ടുണ്ട്. ആവശ്യം പോലെ സ്പൂണും കൊണ്ട് അടത്തിയെടുക്കാം. ഇതിപ്പം നമുക്ക് തിന്നാനുള്ള, വേറെ പുറത്തൊന്നും ആർക്കും വിരുന്ന് വന്നവർക്ക് കൊടുക്കാനൊന്നല്ലല്ലോ. അപ്പം നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഉണ്ടാക്കിയത്. അരി വെച്ച് ചോറ് ഊറ്റി വെച്ചു. ഇത് റേഷൻ കടയിലെ അരിയാണ്. നല്ല ചെറു മണി പോലത്തെ അരിയും ചോറും. നല്ല ചോറാണ് കേട്ടോ. രാവിലത്തെ പണിയൊക്കെ ഒരുമാതിരി ഒതുക്കി വെച്ചിട്ട് ഇനി ഞങ്ങൾ വളപ്പിലേക്ക് പോവുകയാണ്. മീൻ നന്നാക്കി എല്ലാം ചേരുവയൊക്കെ ചേർത്ത് വറക്കാനുള്ളതും വെക്കാനുള്ളതും കൂട്ടി തിരുമിയൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഞങ്ങൾ വളപ്പിൽ വന്ന് കയറിയതേ ഉള്ളൂ കേട്ടോ. വീട്ടിൽ ഉണ്ടായ മുരിങ്ങ ഒടിഞ്ഞു വീണേ. അപ്പോൾ അത് ഒരു ചില സമയത്ത് മുരിങ്ങ പിടിച്ച് കിട്ടിയാലോ പോവുകയില്ല. ചില സമയത്ത് ഇത് പോയാൽ പിന്നെ ഇത് പിടിപ്പിച്ചെടുക്കാനും ഭയങ്കര പാടാണ്. അപ്പം ഞാനിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് വെറുതെ നിലത്ത് കുത്തി വെച്ചേക്കാണ് കേട്ടോ. ഇപ്പോൾ ഇതൊരു മാസത്തോളമെങ്കിലും ആവാറായിട്ടുണ്ട് ഇത് കുത്തി വെച്ചിട്ട്. അപ്പോൾ ചിലതിനൊക്കെ പൊടിപ്പെടുത്തിട്ടുണ്ട്, ചിലതൊക്കെ ചീഞ്ഞും പോയിട്ടുണ്ട്. റബ്ബർ വെട്ടി പാലെടുത്ത് കൊണ്ടുവന്ന് ഉറയൊഴിച്ച് വെച്ചു. ഇനി അത് ഉറച്ചിട്ട് അത് കൊണ്ടുപോയിട്ട് മെഷീനിലടിച്ച് ഷീറ്റാക്കണം. ഞാനിത്തിരി നേരം പുല്ല് കുറിച്ചു, അപ്പോഴത്തേനും മഴ വന്നു. എൻ്റെ പണി അവിടെ നിർത്തി. ഇന്ന് ഒരു എരിശ്ശേരി വെച്ചാൽ കൊള്ളാമെന്നുണ്ട്. ചരിഞ്ഞും ചാഞ്ഞും പഴുത്തും കിടക്കണ ചേന നിപ്പുണ്ടായിരുന്നു. അപ്പം അത് ഒരെണ്ണം പറിച്ചെടുക്ക്. നമുക്ക് കർക്കിടകത്തിൽ ചേന ഏറ്റവും നല്ലതാണ്. പഴമക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് കർക്കിടകത്തിൽ ചേന കട്ടെങ്കിലും തിന്നണം എന്നുള്ളത്. അപ്പോൾ ഒരെണ്ണം ഞാൻ പറിക്കാൻ പറഞ്ഞിട്ട് അങ്കിളിൻ്റെ പേർക്ക് 2 പറിച്ചു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കപ്പ, ചേന, കപ്പയ്ക്ക, താള് ഇതൊക്കെയാണ് കൂട്ടിയിട്ട് വെച്ച് കഴിയുമ്പോൾ ഞങ്ങൾ തിന്നാൽ തീരുമോ? അപ്പോൾ ആ കുഞ്ഞിച്ചേനയുടെ ചേനയാട്ടോ ഇരിക്കണേ. ആ കുഞ്ഞിച്ചേനയുടെ നാലിലൊരു ഭാഗമേ ഒരു കഷ്ണേ ഞങ്ങൾക്ക് വേണ്ടു.
പിന്നെ പുളിശ്ശേരി ഒരു താളൊക്കെ എടുക്കണ്ടെന്ന്. അപ്പൊ ചേന അതേ പറിച്ചു വെച്ചേണു. അപ്പോൾ ഇനി ഞങ്ങൾ എരിശ്ശേരിക്കുള്ള മറ്റ് സാധനങ്ങൾ എടുക്കാമാണ്. അങ്ങള് എടുക്കാന്ന് സമ്മതിച്ച് പോയിട്ടുണ്ട്. മീൻ ആ ഒരെണ്ണമെന്ന് പറഞ്ഞു വശത്തിയായി പോയില്ല. ആ ഒരെണ്ണമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരാഴ്ച തിന്നാനുള്ളതുണ്ട്. അയ്യോ, ഇനിയിപ്പോൾ അവിടെ ചെന്ന് വെട്ടേട്ടെ, ഞങ്ങൾക്ക് ഒരുമ്പോൾ ഉണ്ടാവാൻ നമുക്ക്. കാന്താരിമുളക് ഒരു 5-6 പറിച്ചെടുത്തേക്കാം. ഒരു തണ്ട് താളെടുക്കാൻ അങ്കിള് പോയേക്കാം കേട്ടോ. ഒരേ ഒരു തണ്ട് മതി ഞങ്ങൾക്ക് ആയതുകൊണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് വേണ്ടല്ലോ. ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ 2 പേരല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇത് മതി. വറക്കാനുള്ളത് കുട്ടി തിരുമ്മി വെച്ചതാണ് കേട്ടോ. അത് ഇനി ഇത് വറുത്തെടുക്കണം. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ചായ ഉണ്ടാക്കി, നൂലപ്പം കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനൊന്നും നേരം കിട്ടിയില്ല. അത് കാരണം നേരത്തെ തന്നെ ഞാൻ കുടംപുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് പോയിരുന്നത്. അപ്പോൾ അത് കുതിർന്ന് പുളി ഇളകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ചേർത്ത് ഞാൻ കറി അടപ്പത്ത് വെച്ചു. കറി ഇപ്പം പാകമായി. അപ്പോൾ ഇന്ന് ഞങ്ങൾ വേറെ തേങ്ങ ഒന്നും പിഴിഞ്ഞ് ചേർക്കില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇങ്ങനെ വെച്ചതെടുത്ത് കഴിക്കും. പറ്റിച്ചതെന്ന് വെച്ചാൽ എല്ലാം പറ്റിച്ചിട്ടില്ല, ഇത്തിരി ചാറോട് കൂടി. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞങ്ങൾക്ക് 2 പേർക്കും പുളി നല്ലോണം വേണം. അതുകൊണ്ട് നല്ല തന്നെ പുളിയിട്ട് ഞങ്ങൾ മീൻകറി ഉണ്ടാക്കുകയുള്ളൂ. അതുപോലെ എരിവും വേണം. അപ്പോൾ കറി പാകമായി ഇറക്കി വെച്ചതാണ്. ഇനിയിപ്പോൾ ഈ ഇത്തിരി നേരോടും കഴിയുമ്പോൾ ഈ വെള്ളമൊക്കെ തീരെ വറ്റും. കാരണം അത് മൺകലം കൂടിയല്ലേ. അപ്പോൾ അയിലക്കറി ശരിയായി. ഇനി നാളെ ഞങ്ങൾ ഇതിൽ നിന്നെടുത്ത് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ചേർത്ത് കറി വയ്ക്കുക. അപ്പോൾ ഇന്ന് ആദ്യത്തെ ദിവസം ഞങ്ങൾ ഇങ്ങനെ വയ്ക്കാറ്. പിന്നെ വളപ്പിൽ നിന്ന് പോന്നു കഴിയുമ്പോൾ ചേന പിന്നെ കപ്പങ്ങ കുത്താൻ നോക്കിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടി ആകുമ്പോൾ കഷ്ണം കൂടുതലാവാല്ലേ. അപ്പോൾ കപ്പ കൊണ്ടുവന്നിട്ടുണ്ട്, താള് കൊണ്ടുവന്നിട്ടുണ്ട്, ചേന. ഈ 3 കൂട്ടമാണ് ഇപ്പം ഞാൻ എടുത്ത് വെക്കുന്നത്. കുറേശ്ശെ എടുത്ത് കറി വയ്ക്കാമെന്ന് കരുതിയ. പണ്ട് കാലത്ത് മിക്ക വീടുകളിലും വയ്ക്കുന്ന ഒരു ഉച്ചക്കറിയാണ്. ഉച്ചയ്ക്ക് വയ്ക്കുന്ന കറിയാണിത്. കപ്പ, ചേന, ചേമ്പ്, ചെറുകിഴങ്ങ്, ഏത്തക്ക, കാച്ചിങ്ങ, അങ്ങനെ പലതും കൂട്ടിയിട്ട് എരിശ്ശേരി. അത് കർക്കിടകത്തിൽ ആണ് ഏറ്റവും നല്ലത് കഴിക്കാനായിട്ട്. ഒരു നാട്ടുകറി. കിഴങ്ങ് നേരത്തെ നന്നാക്കി ക്ലീൻ ചെയ്ത് അടപ്പത്തിടാൻ പാണ്. ഒരടപ്പത്ത് കപ്പ വേവിച്ച് വെള്ളം കളയാൻ വേണ്ടിയിട്ട് വെച്ചേക്കണതാണ്. ഒരടപ്പത്ത് ഞാൻ മീൻ വറുക്കാനായിട്ട് വെളിച്ചെണ്ണ അടപ്പത്ത് വെച്ചേക്കുക. താളിൻ്റെ തോല് കളഞ്ഞെടുക്കാം. ഇതുപോലെ തോല് കളയാതെ കൊണ്ടാണ് കേട്ടോ. ഈ ചേനയുടെ ഒരു കഷ്ണം എടുക്കണം. അപ്പോഴത്തേനൊക്കെ കപ്പ വേവട്ടെ. ഇത്രയും മതി. കൂട്ടി പിടിച്ച് ഇവിടെ അരിഞ്ഞു കൊടുക്കാൻ പോകും. ചേന കഴുകി കലത്തിലാക്കി. അതോടൊപ്പം തന്നെ താളും കഴുകി കലത്തിലിട്ടിട്ടുണ്ട്. ഇനി ഞാൻ അതിനകത്തേക്ക് ഉപ്പിടാണ്. മറ്റേ അടപ്പത്ത് വയ്ക്കാൻ വെച്ചേണേലും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ മഞ്ഞൾ നല്ല വേവാകണം കേട്ടോ, ഉടഞ്ഞ് കിട്ടണം.
ഇത് വേഗം കണ്ടിട്ടില്ലേ? ഇപ്പോൾ ഇതിന് വാട്ടം തൊട്ടില്ലേ? ഈ മുളക് പൊടി ഇത്തിരി ഇട്ടിട്ടുണ്ട്, ഒരിത്തിരി. ഇനി ഒരിത്തിരി വെള്ളം ഒഴിച്ച് ഇങ്ങനെ അടപ്പത്ത് വയ്ക്കാൻ പാടും. ചേനയും താളും ഏകദേശം വേവായി. ഇനി അതിലേക്ക് കപ്പ വെന്തത് ഞാൻ ഊറ്റി കളഞ്ഞത് ഇട്ട് കൊടുക്കാൻ പാടും. അത് ചെറു തീയിൽ കിടന്ന് വേവട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ഒരു മുറി തേങ്ങ എടുത്തിട്ട് ചുരണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി കഴുകി ഇട്ടിട്ടുണ്ട്. പിന്നെ കുരുമുളകും അതുപോലെ തന്നെ ഒരു 3-4 കാന്താരി മുളക്, ജീരകം. ഇതൊക്കെ താല്പര്യമില്ലാത്തവർ എടുക്കണമെന്നില്ല കേട്ടോ. ഇതൊക്കെ നല്ലതാണ്. ഈ സമയത്ത് ഈ ഒരു കറിയിൽ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് ആരോഗ്യത്തിന്. ഒതുക്കി എടുക്കണുള്ളൂ. വെന്ത കഷ്ണത്തിലേക്ക് നമുക്ക് തേങ്ങ ഒതുക്കിയത് ഇട്ട് കൊടുക്കാം. അതിനു മുമ്പ് ഒന്ന് ഉടക്കാട്ട വേണമെന്നുണ്ടെങ്കിൽ ചിലർക്ക് തേങ്ങ ഇട്ട് കൊടുക്കട്ടെ. ഇതിനകത്തേക്ക് ഇത്തിരി ഉള്ളി താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയകാല താളുകറി എല്ലാം ചേർത്തു. ഇനി ഉള്ളി കാച്ചി ഒഴിക്കണം. അപ്പം നമ്മുടെ കറി ചോറിനോ ചപ്പാത്തിക്കോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സൂപ്പർ കൂട്ടാൻ. ഉച്ചയൂണ്. അപ്പോൾ കറികൾ എന്തൊക്കെയാണെന്ന് പറയട്ടെ കേട്ടോ. അയില വറുത്തതുണ്ട്, അയില പറ്റിച്ചതുണ്ട്, ചേമ്പിൻ താള് ഒരു കൂട്ടുകറിയാണ്. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബൈ.